വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു വരുന്ന ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വരുന്ന ചതികൾ ഒരുപാട് കേസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കേസ് മുമ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കൊടും ചതിയാണ്. നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ജീവിച്ചു വരുന്ന ദമ്പതികളാണ് ശിവദാസനും ഭാര്യ ദീപികയും. ഇവർ രണ്ടുപേരും 6 വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ചത്. ഒരു പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കുടുംബമൊന്നും അല്ലെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവർ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മനസ്സിലെ ഏക ദുഃഖം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടും ഇവർക്കൊരു കുഞ്ഞുങ്ങളില്ല എന്നതാണ്. ഇതിൽ ശിവദാസന്റെ വീട് പാലക്കാട് ജില്ലയിലെ കോട്ടായിയും അതുപോലെ തന്നെ ദീപികയുടെ വീട് കൊഴിഞ്ഞാമ്പാറയുമാണ്. അതായത് സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ദീപിക വന്ന് താമസിക്കാറുണ്ട്. 2026 ജനുവരി 25 ദീപിക കൊഴിഞ്ഞാമ്പാറയിലെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. ആ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ശിവദാസനും ആ വീട്ടിലേക്ക് എത്തി. ശേഷം ആ ദിവസം ഈവനിങ് 7 മണിയാവുന്ന സമയത്ത് കൊഴിഞ്ഞാമ്പാറയിലെ ആ വീട്ടിനുള്ളിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേൾക്കുകയാണ്, ഒരു കരച്ചിൽ ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാവരും ആ വീട്ടിനുള്ളിലേക്ക് ഓടിക്കൂടിയ നാട്ടുകാർ ആ വീട്ടിന്റെ ഹാളിൽ കണ്ടത് ഭാര്യയ്ക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ശിവദാസനെയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ച സമയത്ത് തന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഫിക്സ് വന്നതാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് നിലവിളിച്ചത് എന്നാണ് ശിവദാസൻ പറയുന്നത്. ശിവദാസൻ ഇങ്ങനെ നാട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള ദീപിക അയാളുടെ മടിയിലിരുത്തിയിട്ടാണ് ഈ കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ അവിടെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ വീട്ടിന്റെ ലിവിംഗ് റൂമിൽ ഒരു സാരി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആ സാരിയുടെ അറ്റത്തായിട്ട് ഒരു കുരുക്കുണ്ട്. വിചിത്രമായ ഈ കാഴ്ച കണ്ടപ്പോൾ നാട്ടുകാർക്ക് ഒരുപാട് സംശയം തോന്നിയെങ്കിലും അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ നേരെ ദീപികയും എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആദ്യം അവിടെയുള്ള ഒരു ലോക്കൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഇവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, ഇവരുടെ അവസ്ഥ വളരെ മോശമാണ് എന്നാണ്. അങ്ങനെ വലിയൊരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഇവർ നേരെ ആ വലിയ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് സമയം പരിശോധിച്ച ശേഷം ഡോക്ടേഴ്സ് അവരോടായിട്ട്, നാട്ടുകാരോടും ബന്ധുക്കാരോടുമായിട്ട് പറഞ്ഞു ദീപിക മരണപ്പെട്ടു എന്ന്. ദീപികയ്ക്ക് മരണം സംഭവിച്ചു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപികയുടെ ഭർത്താവായിട്ടുള്ള ശിവദാസനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. അപ്പോൾ ശിവദാസൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്നത്. ശിവദാസൻ പറയുന്നത് എൻ്റെ ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചതാണ് എന്നാണ് ശിവദാസൻ ഇപ്പോൾ പറയുന്നത്. അതിനനുസരിച്ചാണ് ഡോക്ടേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയത്. പക്ഷെ അവർക്ക് രക്ഷിക്കാനായില്ല, ദീപിക മരണപ്പെട്ടു. പക്ഷേ ഇത് നാട്ടുകാരിൽ ചിലർ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശിവദാസൻ പറയുന്ന ഈ ഒരു കാര്യം. ശിവദാസന്റെ നിലവിളി കേട്ട് നാട്ടുകാരെല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കൂടിയ സമയത്ത് നാട്ടുകാരോട് ശിവദാസൻ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് ഫിക്സ് വന്നതാണ്, അങ്ങനെ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്നാണ് ശിവദാസൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞതോ എൻ്റെ ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ് എന്നാണ്. ശിവദാസൻ ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരിൽ ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എന്നിട്ട് ഈ നാട്ടുകാർ അവരുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം തന്നെ ഈ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നാട്ടുകാർ ഇങ്ങനൊരു സംശയം പറഞ്ഞുവെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ അത് മനസ്സിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ശിവദാസനോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം ഇതിനെക്കുറിച്ച് ശിവദാസനോട് ചോദിക്കാമെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത്. ഇതിനുശേഷം തെളിവുകൾ കണ്ടെത്താനായിട്ട് പോലീസുകാർ നേരെ ഈ സംഭവം നടന്ന വീട്ടിലേക്ക് പോവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ദീപികയുടെ കൊഴിഞ്ഞാമ്പാറയിലെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ആ വീട്ടിലെ ലിവിംഗ് റൂമിൽ ഒരു സാരി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. കെട്ടിത്തൂക്കിയിടുക എന്ന് പറയുമ്പോൾ ഒരു സാരി നല്ല നീളമായിരിക്കുമല്ലോ, ആ സാരിയുടെ നടുവോട് കൂടി കെട്ടിയിട്ട് 2 ഭാഗമായിട്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതിലെ 2 ഭാഗത്തിന്റെ അറ്റത്തും കുരുക്കുകളുണ്ട്. ഒരാള് സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അയാൾ ഒരു കുരുക്കല്ലേ ഇടുള്ളൂ, 2 കുരുക്കിടില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 2 എണ്ണം ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുകയാണ്. ഈ ഒരു സംശയം ശിവദാസനോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച സമയത്ത് ആദ്യം ശിവദാസൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അതായത് ശിവദാസൻ പോലീസുകാരോട് പറഞ്ഞ കാര്യം, ഞാനും എൻ്റെ ഭാര്യയും സ്വയം ജീവൻ അവസാനിപ്പിക്കാം, 2 പേർക്കും ഇനി ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഇല്ലാതാവാനായിട്ട് ശ്രമിച്ചതാണ്. അങ്ങനെ ഒരു സാരിയുടെ 2 ഭാഗത്തായിട്ട് 2 കുരുക്കിട്ട് 2 പേരും ഒരുമിച്ച് ഇല്ലാതാവാം എന്നാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. ആ ശ്രമത്തിൽ എൻ്റെ ഭാര്യ പെട്ടെന്ന് ആ ഒരു കുരുക്ക് മുറുകിയിട്ട് മരണപ്പെട്ടു. എന്നാൽ ഞാനിട്ട കുരുക്ക് പെട്ടെന്ന് അഴിഞ്ഞു പോവുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് ശിവദാസൻ ആ വീട്ടിനുള്ളിൽ വെച്ച് പോലീസുകാരോട് തുറന്നു പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിനുള്ളിലെ തെളിവുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ശിവദാസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ്. കാര്യം 2 കുരുക്കെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ
ശിവദാസൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ശിവദാസൻ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ദീപിക എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അറിയണമെങ്കിൽ ദീപികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അതിന്റെ നടപടികളെല്ലാം തന്നെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പായിട്ട് ശിവദാസനെ കുറിച്ചും ദീപികയെ കുറിച്ചും അവിടെ പരിസരത്തുള്ള ആളുകളോട് എല്ലാവരോടും ചോദിക്കുകയാണ്. ഇവർ താമസിക്കുന്ന വീടിന് പരിസരത്തുള്ള ആളുകളോട് ചോദിക്കുകയാണ്. അതുകൂടാതെ രണ്ടുപേരുടെയും വീടിന് പരിസരത്തുള്ള ആളുകളോടും ചോദിക്കുകയാണ്. ഇങ്ങനെയെല്ലാം അന്വേഷിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൊതുവായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. 6 വർഷമായി ഇവർ വിവാഹം കഴിച്ചിട്ട് പ്രണയവിവാഹമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്ന ആ ഒരു കാരണം ഇവർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പിക്കുന്ന വലിയൊരു പ്രശ്നം. 6 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ ശിവദാസൻ ദീപികയോട് പലപ്പോഴും വഴക്കടിക്കാറുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് എന്ന് അവിടെയുള്ള നാട്ടുകാർ, നെയ്ബേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോയത് എന്ന് പോലീസുകാർക്ക് ഇതിൽ നിന്നും മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് വഴക്ക് ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ അവരുടെ വീട്ടിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് നിലവിളി ശബ്ദം എല്ലാം തന്നെ കേൾക്കാറുണ്ട്. ഈ വഴക്കിന്റെ പേരിൽ എന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികളില്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യം ശിവദാസൻ പോലീസുകാർക്ക് മൊഴി കൊടുത്ത ആ ഒരു കാര്യം ശരിവെക്കുന്നത് പോലെ തന്നെയാണ്. കുട്ടികളില്ലാത്തതിന്റെ വിഷമത്തിൽ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നോക്കി. അതിൽ ഒരാൾ മാത്രം മരണപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടില്ല എന്നാണ് ശിവദാസൻ പറഞ്ഞത്. ശിവദാസൻ ഭാര്യ ദീപികയെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് എന്ന് തോന്നുന്ന രീതിയിൽ യാതൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദീപികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ദീപികയുടേത് തൂങ്ങിമരണം തന്നെയാണ് എന്നാണ്. ദീപിക സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ് എന്ന രീതിയിലുള്ള അടയാളങ്ങളാണ് അവരുടെ കഴുത്തിലുള്ളത്. ഈ അടയാളങ്ങളുടെ കാര്യം മെൻഷൻ ചെയ്ത് വായിച്ച സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. ഇവിടെ ശിവദാസൻ പറഞ്ഞത് രണ്ടുപേരും ഒരേപോലെ ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. അതിൽ ഒരാളുടെ, ശിവദാസന്റെ കെട്ട് കൃത്യമായിരുന്നില്ല, അതുകൊണ്ട് അത് അഴിഞ്ഞു, അങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടതെന്നാണ് ശിവദാസൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ കെട്ട് ചെറുതായിട്ടെങ്കിലും മുറുകിയതിന്റെ എന്തെങ്കിലും പാടുകൾ ശിവദാസന്റെ കഴുത്തിലുണ്ടാവും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ശിവദാസനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് വിചാരിക്കുകയാണ്. അയാളുടെ കഴുത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പാടുകളുണ്ടോ, അതുകൂടാതെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു. ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അയാളുടെ കഴുത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. സോ ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും ശിവദാസൻ ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന്. അതുകൂടാതെ പലരിൽ നിന്നുമായിട്ട് ശിവദാസന്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞൊരു കാര്യം, മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാം തന്നെ ശിവദാസൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അയാൾക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ സ്വന്തം ഭാര്യയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ ശിവദാസന്റെ ഭാഗത്ത് നിന്നും നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ശിവദാസനെ ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളില്ലാത്തതിൽ നിങ്ങളുടെ ഭാര്യയെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ? അതുകൂടാതെ സത്യത്തിൽ എന്താണ് ആ ദിവസം സംഭവിച്ചത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാര്യയോട് ചെയ്തത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ 3-4 തവണ ആവർത്തിച്ച് ചോദിക്കുകയാണ്. പോലീസുകാരുടെ പല രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യലിന് മുന്നിൽ ശിവദാസനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾ പോലീസുകാരുടെ മുന്നിൽ പൊട്ടിക്കരയാണ്. സാർ, അത് സംഭവിച്ചു പോയി. ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തതെന്നാണ് ശിവദാസൻ പോലീസുകാരോട് ഏറ്റു പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് അയാൾ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ആ ദിവസം ആ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യങ്ങൾ ഇയാൾ പോലീസുകാരോട് തുറന്നു പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ഒരു ഭാര്യയോട് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ക്രൂരത ചെയ്യാനായിട്ട് കഴിയുക എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിച്ചത്. പോലീസുകാരെ പോലും ഭയപ്പെടുത്തിയ ശിവദാസൻ ഏറ്റു പറഞ്ഞ ആ കാര്യങ്ങൾ ഇതാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വിവാഹം കഴിച്ച ദമ്പതികൾ തന്നെയാണ് ശിവദാസനും ദീപികയും. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളെല്ലാം തന്നെ സ്വർഗ്ഗതുല്യമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1-2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊരു ചിന്ത ഇവരെ വല്ലാതെ അലട്ടാനായി തുടങ്ങി. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴേക്കും വളരെ സ്വാഭാവികമായിട്ട് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വിശേഷമായില്ലേ എന്ന്. സോ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയുക എന്ന് പറയുന്നത് 2 പേർക്കും വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ ഭർത്താവ് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ദീപിക പലപ്പോഴും ശിവദാസനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശിവദാസൻ തിരിച്ച് അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുക മാത്രമാണ് അയാൾ ചെയ്തത്. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനൊന്നും കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായിരുന്നില്ല. മാത്രമല്ലാതെ ഇതിനെ ചൊല്ലിയിട്ട് ഇവരെപ്പോഴും വീട്ടിൽ വഴക്കിടാനായി തുടങ്ങി. തുടർന്ന് ഇതേ രീതിയിൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് ശിവദാസന്റെ മനസ്സിൽ തോന്നാൻ പാടില്ലാത്തൊരു കാര്യം തോന്നുകയാണ്. എന്തുകൊണ്ട് തന്റെ ഭാര്യയെ ഇല്ലാതാക്കിക്കൂടാ? അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് കഴിയും. ഒരു പക്ഷേ ആ ബന്ധത്തിൽ എനിക്ക് കുഞ്ഞ് ജനിക്കുകയും ചെയ്യും. ആ ഒരു തോന്നൽ
ശിവദാസിന്റെ മനസ്സിൽ വരുന്നു. സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത ശിവദാസിന്റെ മനസ്സിലുള്ള അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടെ അയാൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും താൻ പിടിക്കപ്പെടാൻ പാടില്ല എന്ന്. ഇതുകൊണ്ടെല്ലാം തന്നെ ശിവദാസൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത്, എപ്പോഴും തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടാണ് ശിവദാസൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട്. എന്നാൽ ശിവദാസൻ തന്റെ ഭാര്യയോട് ഒരുപാട് സ്നേഹത്തിൽ സംസാരിക്കാനായി തുടങ്ങി. അതുകൂടാതെ മക്കളില്ല എന്നതിന്റെ ദുഃഖം രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ട് എന്ന രീതിയിൽ ഭാര്യയോട് അഭിനയിക്കുകയാണ്. ഒരിക്കലും താങ്ങാനാവാത്ത, ഇനി എന്തിന് ജീവിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഭാര്യയോട് ശിവദാസൻ വിഷമം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് മറ്റാരെങ്കിലും വിവാഹം കഴിക്കാനായിട്ട് കഴിയുമോ എന്ന് കൂടെ ശിവദാസൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തിനി ജീവിക്കണം എന്നൊരു തോന്നൽ ഭാര്യയുടെ മനസ്സിൽ തോന്നിപ്പിച്ച ശേഷം അതുവരെ വിഷമം കഷ്ടപ്പെട്ട് അഭിനയിക്കുകയാണ് ശിവദാസൻ. അങ്ങനെ ഒരു തോന്നൽ ഭാര്യയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ജീവൻ നമുക്ക് അവസാനിപ്പിക്കാം, നമുക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട എന്നൊരു കാര്യം ഭാര്യയെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭർത്താവ് എത്ര ക്രൂരമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് പുതിയൊരു വിവാഹ ജീവിതം തുടങ്ങാനുള്ള പ്ലാനിങ്ങും ഇയാൾ മനസ്സിൽ നടത്തി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ഭർത്താവിന്റെ വിഷമവും സ്നേഹവും പൂർണ്ണമായിട്ടും വിശ്വസിച്ച ദീപിക ഭർത്താവിനൊപ്പം ഈ ഭൂമിയിൽ നിന്നും പോവാമെന്ന് തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം എൻ്റെ വീട്ടിൽ ആളുണ്ടാവില്ല, അവിടെ വെച്ച് നമുക്കിത് ചെയ്യാമെന്ന് ഭർത്താവിനോട് പറഞ്ഞുറപ്പിക്കുകയാണ്. 2026 ജനുവരി 25 രണ്ടുപേരും ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ ദിവസം ദീപിക ഓൾറെഡി കൊഴിഞ്ഞാമ്പാറയിലെ തന്റെ വീട്ടിലുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ശിവദാസനും ആ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ഒരുപാട് നേരം സംസാരിക്കുമ്പോഴെല്ലാം തന്നെ തന്റെ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശിവദാസൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ ഒരാൾക്ക് സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ, അതിനുവേണ്ടി തോന്നുള്ളൂ. അങ്ങനെ തന്റെ ഭാര്യയെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശിവദാസൻ. തുടർന്ന് ഈവനിങ് 5:30 എടുക്കുന്ന സമയത്ത് രണ്ടുപേരും ഇത് ചെയ്യാനായിട്ട് പോവുകയാണ്. സാരി എടുത്തിട്ട് ആ ഹുക്കിലിട്ടിട്ട് രണ്ടുപേരും രണ്ടറ്റത്തായിട്ട് കുരുക്കുണ്ടാക്കിയിട്ട് രണ്ടുപേരും ഒരുമിച്ചില്ലാതാവാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് അഗാഢമായ സ്നേഹത്തിലാണ് എന്നാണ് ശിവദാസിന്റെ ഭാര്യ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഭർത്താവിനും തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനും ഈ ഭൂമിയിൽ വേണ്ട എന്ന് തന്നെയായിരിക്കും ആ പാവം സ്ത്രീയും വിചാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ അക്ഷരം പ്രതി അനുസരിച്ചത്. അങ്ങനെ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് കുരുക്കിട്ടു. ഈ പറയുന്ന സാരിയുടെ നടുക്കായിട്ട് അവിടെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അതല്ലാതെ ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കേസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയാണ്. രണ്ടുപേരും രണ്ട് ഭാഗത്ത് ഈ രീതിയിലുള്ള കുരുക്കിട്ട സമയത്ത് ശിവദാസൻ തൻ്റെ ആ ഒരു കുരുക്ക് മുറുകാത്ത രീതിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കെട്ടോ മറ്റെന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും മുറുകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് അവസാനിപ്പിക്കാമെന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുവേണ്ടി അവർ റെഡി ആയപ്പോൾ ശിവദാസൻ മാത്രം പെട്ടെന്ന് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. ദീപിക സാരിയുടെ കുരുക്കിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പെടയുന്ന ആ സമയത്ത് ശിവദാസൻ മാറി നിന്ന് ആ കാഴ്ച കാണുകയായിരുന്നു. തൻ്റെ ഭാര്യയുടെ ജീവൻ പോകുന്നത് അയാൾ നോക്കി നിന്ന് കണ്ടു. ഒരു പാവ സ്ത്രീയെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആ രീതിയിലേക്ക് മനസ്സാക്കി വെച്ചിട്ട് അവരെ ഇല്ലാതാക്കിയ ഭർത്താവ്. സത്യത്തിൽ എത്രമാത്രം വലിയൊരു ചതിയാണത്, എത്ര വലിയൊരു ക്രൂരതയാണത്, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇമോഷണലി വിശ്വസിപ്പിച്ച് ആ സ്ത്രീയെ കൊണ്ട് തന്നെ സ്വയം ജീവൻ അയാൾ അവസാനിപ്പിച്ചു. ഇതിനുശേഷം ശിവദാസന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായി. താൻ പിടിക്കപ്പെടുമോ എന്ന് ശിവദാസന് തോന്നുകയാണ്. അപ്പോൾ അയാൾ മാത്രം ജീവനോടെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് നുണയാണ് പറയുക എന്ന് അയാൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് പാതി പ്രാണനിൽ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ നിന്നും കുരുക്കെടുത്തിട്ട് ഭാര്യ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ മരിക്കും എന്നൊരു തോന്നലാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ആ ഭാര്യയ്ക്ക് ശ്വാസം കിട്ടുന്നത് പോലെ, അതായത് ഫിക്സ് വന്നത് പോലെയാണെന്ന് നാട്ടുകാരോട് വിളിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ നിലവിളിച്ച് കരയുന്നത്. അയാളുടെ നിലവിളി ശബ്ദം കേട്ടിട്ട് നാട്ടുകാരെല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കൂടി. നാട്ടുകാർ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അയാൾ നാട്ടുകാരോട് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ഫിക്സ് ആണ്. നാട്ടുകാർക്ക് ഈ സാരി തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കാഴ്ച വലിയൊരു അതിശയമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു അവ്യക്തമായിട്ട് തോന്നിയെങ്കിലും അവരത് കാര്യമാക്കാതെ അവരുടെ ബോഡി എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയിട്ട് അവർ നോക്കില്ല പറഞ്ഞു. രണ്ടാമത്തേത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കുറച്ചു നേരം പരിശോധിക്കുന്ന സമയത്ത് തന്നെ അവർ മരിച്ചു പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശിവദാസന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ്. താൻ എന്താണ് വെളിയിൽ പറയേണ്ടത്? മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താൻ പെടുമോ? അതല്ലാതെ മറ്റെന്തൊക്കെ പറയാം? ഇതൊരു എൻ്റെ ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ് എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ എന്നൊക്കെ അയാൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ചോദിച്ച സമയത്ത് ഡോക്ടറിനോട് എന്തായാലും ഒളിക്കാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്ത് രണ്ട് കുരുക്ക് കണ്ടപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചോദിച്ച സമയത്ത് അവിടെ വെച്ച് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അയാള് രണ്ടുപേരും ചേർന്ന് സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ്. ഭാര്യ മാത്രം മരിച്ചു, താൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യവും പറഞ്ഞു. അവസാനം
ശിവദാസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഇയാൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഇത്രയും വലിയൊരു കാര്യമാണ് ഇതിനുള്ളിൽ അയാൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ജനങ്ങളെല്ലാവരും അറിയുന്നത്. ഈ കേസ് കുറച്ച് ആഴ്ചകൾ മുമ്പ് സംഭവിച്ചതാണ്. ഇതിന്റെ ശിക്ഷാവിധിയൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഈ കേസിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ശിവദാസിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. സത്യത്തിൽ അയാൾ വളരെ 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 ഡേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളെ ഇമോഷണലി പറഞ്ഞ് തളർത്തി അയാളുടെ മുന്നിൽ അഭിനയിച്ച് ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾക്ക് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ചതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് അയാൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ക്രൂരത അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എങ്ങനെ ഒരു മനുഷ്യനത് സാധിക്കുന്നു എന്ന്. ഇമോഷണലി ഡൗൺ ആക്കി ഉള്ളിലിരുന്ന് അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഇവിടെ ഇമോഷണലി ഡൗൺ ആക്കിക്കൊണ്ടേയിരിക്കുക. സത്യത്തിൽ ഇത് വളരെ വളരെ ക്രൂവലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരിക്കലും ആ രീതിക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടായോ ഇല്ലയോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നതാണ് ജീവിതം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നും ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഇതാണ് ജീവിതം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തുള്ള സാഹചര്യം അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്. അത് മാത്രമല്ലാതെ 10-12 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായ ആളുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ഇപ്പൊ സപ്പോസ് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴ്ന്നിരിക്കേണ്ട യാതൊരു കാരണവുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുകൂടാതെ ഇതുപോലുള്ള റിയൽ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.